ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായാലോ. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ കണ്ണാടിൻ്റെ മുന്നിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഡവിൻ്റെ മോയ്സ്ചറൈസർ ക്രീം ഇട്ടിട്ട് മുഖത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മുഖത്തിനുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ടോ. മസാജ് ചെയ്യാൻ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാട്ടോ ഡവിൻ്റെ ക്രീം. ഞാൻ പോൺസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അതിൽ വല്ലാതെ അഡിക്റ്റഡ് ആയിരുന്നത്, പിന്നെ മാറ്റിപ്പോൾ ഡവിലേക്ക് മാറി. പിന്നെ ഇതാ കണ്ണിൻ്റെ ഇടയിലൊക്കെ നല്ല കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ പൗഡറൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. സിമ്പിളായിട്ട് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്കൊന്ന് ഒരുങ്ങി വരാം. ഞാൻ ഡെയിലി ഇങ്ങനെയായിട്ട് ഒരുങ്ങി പോകാറ്. അത് കഴിഞ്ഞതാ ഐടെക്സിൻ്റെ തന്നെ ഒരു കാജലെടുത്തിട്ട് കണ്ണിൻ്റെ ഇടയിൽ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണെഴുതി പിന്നെ ഐടെക്സിൻ്റെ ഐലൈനറും എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലും കൂടെ നന്നായിട്ട് എഴുതി കൊടുക്കുന്നു. ഇത് സ്ഥിരമുള്ള ഏർപ്പാടാട്ടോ. കണ്ണെഴുതാതെ ഒരു രക്ഷയില്ല. കണ്ണെഴുതാതെ കണ്ട് കഴിഞ്ഞാൽ ഓർക്കതും നീച്ചിരുന്ന പോലെ ഉണ്ടാവുന്നുണ്ട് എൻ്റെ കോലം. അത് കഴിഞ്ഞിട്ട് ഹിമാലയൻ്റെ ഒരു ലിപ് ബാം ഇട്ടു, ഡാക്സിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇപ്പോൾ റീസെൻ്റായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വേറെ എന്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഗ്ലോയിനെസ് കാണാൻ കിട്ടും. പിന്നെ ഇതാ സിന്ദൂരൊക്കെ ഇട്ട് അപ്പം തന്നെ ഇതാ എൻ്റെ 2 കുട്ടി കുറുമ്പന്മാർ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. 2 ചുണ്ടത്ത് നല്ലോണം ലിപ്സ്റ്റിക്ക് വാരി തേച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്ന കാര്യം, ആൺകുട്ടികളായതുകൊണ്ട് പിന്നെ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ എൻ്റെ 2 മക്കൾക്കും ഈ ലിപ്സ്റ്റിക്ക്, ക്യൂടെക്സ്, ബുട്ട് ഇതിനോടൊക്കെ കേട്ടോ ഇഷ്ടം. പിന്നെ തന്നെ ഞാനൊരു കുഞ്ഞ് കമ്മലും ഇട്ട്. അപ്പോൾ അതാ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായോ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.